ഞാൻ ഫ്ലോറിനെ പറ്റിയിട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. In order to subdivide the portion between the plinth level or the basement level and the roof level, solid constructions are carried out. So നമ്മൾ ബേസ്മെൻറ്റ് ലെവൽ തൊട്ട് റൂഫ് ലെവൽ വരെ നമ്മൾ കുറേ സബ്ഡിവൈഡ് ചെയ്യും. പോർഷൻസ് ബിൽഡിങ്ങിനെ സബ്ഡിവൈഡ് ചെയ്യും ഇൻറ്റു ഫ്ലോർസ്. These constructions are known as floors. We subdivide the plinth level to the roof level into many floors. Okay, and depending upon the position, floors can be classified as ground floor, basement floor, upper floor. So we will be having a ground floor which is constructed just above the ground level, and then we would be having basement floor constructed below the ground level. So actually the ground floor is built above the ground level and the basement floor is built below the ground level, and the upper floor constructed above the ground level, further divided first, second, depending upon the position. So it is constructed above the ground level, but it is divided into many, that is first, second, third, etc. So നെക്സ്റ്റ് നോക്കാം. അതായത് ഫങ്ഷൻസ് ഓഫ് ഫ്ലോസ്. ഫ്ലോസ് നീഡ് ടു സാറ്റിസ്ഫൈ എ നമ്പർ ഓഫ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആസ് ലിസ്റ്റഡ് ബിലോ. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഫ്ലോസ്? ഇറ്റ് വിൽ ബി ആസ്കിങ് they will be asking like what are the functions of the floor, list the functions. Okay, so നിങ്ങൾ പറയേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിനെ പറ്റിയിട്ട് ആദ്യം പറയണം. ടു വിത്ത്സ്റ്റാൻഡ് ദ ലോഡ്സ് ദാറ്റ് വിൽ ഇമ്പോസ് അപ്പോൺ ദം. ടു വിത്ത്സ്റ്റാൻഡ് ദ ലോഡ്സ് ദാറ്റ് വിൽ ഇമ്പോസ് അപ്പോൺ ദം. ഫ്ലോറിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ടു വിത്ത്സ്റ്റാൻഡ് ദി വെയ്റ്റ് ഓഫ് ദ ഫേർണിച്ചേഴ്സ്, അല്ലേ? ഫേർണിച്ചേഴ്സിൻ്റെ വെയ്റ്റ്, അങ്ങനെ ഉള്ള എല്ലാ ഭാരങ്ങളും ചുമക്കാൻ കഴിയുന്ന ഒരു ഫ്ലോറായിരിക്കണം. ഓക്കെ, അത് ഫ്ലോറിൻ്റെ ഫങ്ഷന് അതൊക്കെ ചുമക്കാൻ നമുക്ക് കഴിയും. വിത്ത് ഡൊമസ്റ്റിക് ബിൽഡിങ്സ് ആർ നോർമലി കൺഫൈൻഡ് ടു പേഴ്സൺസ് ആൻഡ് ഫർണിച്ചർ, ബട്ട് ഇൻ അതർ ക്ലാസ്സസ് സച്ച് ആസ് ഫാക്ടറീസ് ഫ്ലോർസ് ഇറ്റ് മേ ബി ഹാവിങ് മച്ച് മോർ ഹെവിയർ ലോഡ്സ് ലൈക്ക് ലെയ്ത്ത് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന കടകളിലൊക്കെ ആണെങ്കിൽ ലെയ്ത്തിൻ്റെയൊക്കെ ഹെവി വെയ്റ്റ് സഹിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, ലെയ്ത്ത്, ഡ്രില്ലിങ്, ഡ്രില്ലിംഗ് ഒന്നും അത്ര വെയിറ്റ് ഇല്ല, അങ്ങനെയുള്ള എല്ലാ മെഷീൻസും ടൂൾസൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഹെവി ലോഡ്സൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫ്ലോർ ആയിരിക്കണം. ടു പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് വെജിറ്റബിൾ മാറ്റർ ഇൻസൈഡ് ദ ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ ചെടികളകത്തൂടെ വളരാതിരിക്കാൻ നമുക്ക് ഫ്ലോർ സഹായിക്കും. അപ്പം in order to prevent the vegetable matter and in order to carry the load, the load will be imposed upon them. ലോഡ് ക്യാരി ചെയ്യാൻ വേണം, അതുമാത്രമല്ല വെജിറ്റബിൾ മാറ്റർ ഒന്നും വളരാതിരിക്കണം, പ്രിവെൻറ്റ് ചെയ്യണം. പ്രിവെൻറ്റ് ദ ഡാം പെനിട്രേറ്റിംഗ് ദ ബിൽഡിംഗ് ബൈ ഇൻസർട്ടിംഗ് എ ഡാം പ്രൂഫ് മെംബ്രെയിൻ. സസ്പെൻഡഡ് ഫ്ലോർസ് ഓൾസോ റിക്വയർ അണ്ടർ ഫ്ലോർ വെന്റിലേഷൻ ടു പ്രിവെൻറ്റ് സ്റ്റാഗ്നൻറ്റ് മോയ്സ്റ്റ് അക്യുമുലേറ്റിംഗ് ബിലോ ദം. അതായത് ഈ ഫ്ലോറിൻ്റെ ഒരു മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് വെച്ചാൽ അവരെന്തായിരിക്കണം, സോ അവരെന്തായിരിക്കണം, ഇങ്ങനെ വാട്ടർ പെനിട്രേറ്റ് ചെയ്ത് ഡാംനെസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഫ്ലോർസ് പണിയും. Okay, to meet certain described thermal insulations standard by incorporating a layer of insulating material to reduce the heat loss into the ground below. So thermal insulation വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ സൗണ്ട് ഇൻസുലേഷൻ. ഓക്കെ, സോ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് മെയിൻ്റനൻസ് ഓർ റീപ്ലേസ്മെൻറ്റ് വർക്ക് ടു മിനിമം. സർഫസ് ഫിനിഷ് ടു പ്രൊവൈഡ് അക്സെപ്റ്റബിൾ സർഫസ് ഫിനിഷ്, അല്ലേ? ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ വരുമ്പോൾ സർഫസ് ഫിനിഷ് ഉണ്ടാക്കണം. സോ to withstand the load, to prevent the growth of the vegetable matter, to prevent the dampness and all, then thermal insulation, sound insulation, fire resistance, reduce the amount of maintenance, surface finish ഉണ്ടായിരിക്കണം. അടുത്തത് അപ്പർ ഫ്ലോർസ് ആണ്. ടു സപ്പോർട്ട് ദിയർ ഓൺ വെയ്റ്റ്, സീലിംഗ് ആൻഡ് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ്. അവരുടെ വെയ്റ്റ് അവർക്ക് സഹിക്കണം, സീലിംഗിൻ്റെ വെയ്റ്റ്, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സിൻ്റെ വെയ്റ്റ്. To resist the passage of fire, this is particularly important in high-rise buildings, so where the large amount of combustible goods are used. Transmission of sound from one floor to another floor, അവിടെ സൗണ്ട് ഇൻസുലേഷൻ ഉണ്ടാകണം, ഫയർ റെസിസ്റ്റൻസ് ഉണ്ടാകണം. To possess an adequate standard of durable ആയിരിക്കണം. To bridge
The specific span economically and capable of fairly quick erection to accommodate services readily, to provide adequate surface finish in the manner described for the ground floor. To provide an adequate surface finish in the manner described for ground floors. സർഫസ് ഫിനിഷ് കൊടുക്കുക ഫോർ ദ ഗ്രൗണ്ട് ഫ്ലോർസ്. ഓക്കെ, സോ അവരുടെ വെയിറ്റ് സഹിക്കാനുള്ളതാകണം സീലിങ്സ്, പിന്നെ അതർ ലോഡ്സ്. അത് മാത്രമല്ല അത് ഫയർ റെസിസ്റ്റൻ്റ് ആകണം. അതുമാത്രമല്ല സൗണ്ട് ഇൻസുലേഷൻ ഉണ്ടാകണം. പിന്നെ ഡ്യൂറബിൾ ആയിരിക്കണം. അക്കോമഡേറ്റ് സർവീസസ് റെഡിലി ടു പ്രൊവൈഡ് അഡിക്വേറ്റ് സർഫസ് ഫിനിഷും കൊടുക്കണം. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫ്ലോസ്. അപ്പോൾ ഇത്രയും നേരം പഠിച്ചത് വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് ഫ്ലോസ് ആണ്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫ്ലോസ്. സോ സ്ട്രെങ്ത് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്, ഫയർ റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ടു പാസേജ് ഓഫ് ഹീറ്റ് ഉണ്ട്, റെസിസ്റ്റൻസ് ടു പാസേജ് ഓഫ് സൗണ്ട് ഉണ്ട്. സോ ഇതൊക്കെ സംഭവം സൗണ്ട് ഇൻസുലേഷന്, ഹീറ്റ് ഇൻസുലേഷന്, ഫയർ ഇൻസുലേഷന്, ഡ്യൂറബിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ആണ്. സോ സ്ട്രെങ്ത് നോക്കാം. ദ സ്ട്രെങ്ത് ഓഫ് ദ ഫ്ലോർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ യൂസ് ഫോർ സ്ട്രക്ചർ ഓഫ് ദ ഫ്ലോർ സച്ച് ആസ് കോൺക്രീറ്റ്, ടിമ്പർ, സ്റ്റീൽ. സ്ട്രെങ്ത് ഓഫ് ദ ഫ്ലോർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളത് ടിമ്പർ വെച്ചിട്ടാണോ യൂസ് ചെയ്യുന്നത്, വുഡ് വെച്ചിട്ടാണോ യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ വെച്ചിട്ടാണോ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ ഫ്ലോർ മസ്റ്റ് ബി സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ട് സേഫ്ലി ദി ഡെഡ് ലോഡ് ഫ്ലോർ ആൻഡ് ഫിനിഷ് ഫിക്സ്ചേഴ്സ്, പാർട്ടീഷൻസ് ആൻഡ് സർവീസസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് imposed loads of occupants and furniture. Strength of the load depends on the materials used. Stability of the floor. The floor is designed and constructed to serve as horizontal surface to support people and other furnitures. A floor is designed and constructed to serve as a horizontal surface to support people and the furniture. ആൾക്കാരെയും വസ്തുക്കളെയൊക്കെ ഫ്ലോർ ഇസ് ഡിസൈൻ ആൻഡ് കൺസിഡർ സർവ് ആസ് എ ഹൊറിസോണ്ടൽ സർഫസ് ടു സപ്പോർട്ട് പീപ്പിൾ ആൻഡ് ദ ഫർണിച്ചർ. പീപ്പിളും ഫർണിച്ചറൊക്കെ കൂടെയൊക്കെ വെയിറ്റ് സഹിക്കാനായിട്ട് വേണ്ടി ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഫ്ലോർസ് എന്ന് പറയുന്നത്. ദ ഫ്ലോർ ഷുഡ് ഹാവ് അഡിക്വേറ്റ് സ്റ്റിഫ്നെസ് ടു റിമെയിൻ സ്റ്റേബിൾ ആൻഡ് ഹൊറിസോണ്ടൽ. ആവശ്യത്തിന് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടായിരിക്കണം, എന്നാലും നമ്മളെയൊക്കെ സഹിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. So it should be having stability, high personal purposes to support people and their furnitures. The floor should also support and accommodate services either in its depth or below above the floor without affecting the stability. Durable. All floors should be durable for the expected life of the building and requires little maintenance or repair. All floors should be durable for expected life of building and requires little maintenance or repair. All floors should be durable for the expected life of the building. എല്ലാ ഫ്ലോറും ഡ്യൂറബിൾ ആയിരിക്കണം അല്ലേ, എപ്പോഴും മാറ്റാൻ പറ്റത്തില്ല. ഫയർ റെസിസ്റ്റൻസ്. സസ്പെൻഡഡ് അപ്പർ ഫ്ലോർ ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ടു പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ദ ഫയറിന് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുന്നുണ്ട്. റെസിസ്റ്റൻസ് ടു പാസേജ് ഓഫ് ഹീറ്റ്. എ ഫ്ലോർ ഷുഡ് പ്രൊവൈഡ് റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് where there is normally a significant air temperature difference on the opposite sides of the floor. A floor should provide resistance to the transfer of heat where there is normally a significant air temperature difference in the opposite sides of the floor. This would include any building which was heated but would not include some external buildings such as garages. Resistance to the passage of sound. Upper floors that separate dwellings or separate noisy from quiet activities such as barriers and transmission of sound. The competitive sound installations ഉണ്ടാക്കുക. Types of floors. Basement or ground floor of timber.